നമസ്കാരം 140 ന്യൂസിലേക്ക് സ്വാഗതം. ഓണക്കാലത്ത് വിലക്കയറ്റം തടയാൻ കേരള സർക്കാരിന്റെ ശക്തമായ നീക്കം. അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിലും ഗോതമ്പ് 8 രൂപ 70 പൈസ നിരക്കിലും നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭ്യമാകും. മഞ്ഞ റേഷൻ കാർഡ് ഉള്ളവർക്കും വിവിധ ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുമാണ് ഇത്തവണ സൗജന്യ ഓണക്കിറ്റ് നൽകുന്നത്. യഥാർത്ഥത്തിൽ 854 രൂപ വില വരുന്ന തുണിസഞ്ചി അടങ്ങിയ സൗജന്യ ഓണക്കിറ്റിൽ 16 ഇനങ്ങളാണ് ഉണ്ടാവുക. ഓണക്കിറ്റ് വിതരണം ഒന്നാം ഓണദിനമായ ഉത്രാടം നാൾ, അതായത് ഓഗസ്റ്റ് 25 വരെ ലഭിക്കും. തുണിസഞ്ചിയിലെ കിറ്റിൽ പഞ്ചസാര 1 കിലോ, വെളിച്ചെണ്ണ 1 ലിറ്റർ, തുവരപ്പരിപ്പ് 250 ഗ്രാം, ചെറുപയർ പരിപ്പ് 250 ഗ്രാം, വൻപയർ 250 ഗ്രാം, കടല 500 ഗ്രാം, നെയ്യ് 100 മില്ലി ലിറ്റർ, ശബരി ഗോൾഡ് ചായപ്പൊടി 250 ഗ്രാം, ശബരി പായസക്കൂട്ട് 40 ഗ്രാം, ശബരി പായസം മിക്സ് 250 ഗ്രാം, ശബരി സാമ്പാർ പൊടി 100 ഗ്രാം, ശബരി മുളകുപൊടി 100 ഗ്രാം, ശബരി മഞ്ഞൾപ്പൊടി 100 ഗ്രാം, ശബരി മല്ലിപ്പൊടി 100 ഗ്രാം, ശബരി ഉപ്പുപൊടി 1 കിലോ എന്നിങ്ങനെയാണ് ഉണ്ടാവുക. സംസ്ഥാനത്ത് ഈ വർഷത്തെ ഓണക്കിറ്റ് വിതരണവും ഓണച്ചന്തകളുടെ പ്രവർത്തനവും ഊർജിതമാക്കാൻ സപ്ലൈകോയ്ക്ക് 253 കോടി രൂപയുടെ അടിയന്തര സഹായമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഭക്ഷ്യവിപണിയിലേക്കായി 200 കോടിയും സൗജന്യ ഓണക്കിറ്റ് നൽകുന്നതിനായി 53 കോടിയുമാണ് അനുവദിച്ചിട്ടുള്ളത്. വിപണി ഇടപെടലിന്റെ ഭാഗമായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡുകൾ നടത്തും. ഓഗസ്റ്റ് 10 മുതൽ 25 വരെ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നിവിടങ്ങളിലാണ് ഇത് നടക്കുന്നത്. കൂടാതെ 11 ജില്ലകളിൽ ഓണം ഡിസ്ട്രിക്ട് ഫെയറുകൾ ഓഗസ്റ്റ് 16 മുതൽ 25 വരെ നടക്കും. 126 നിയോജക മണ്ഡലങ്ങളിൽ ഓണം വിപണികൾ തുറക്കും.